അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്. അച്ഛൻ എന്നോട് പറഞ്ഞ് നേരത്തെ ഒരുങ്ങിയിരിക്കണം, നമുക്ക് പള്ളിയിലൊക്കെ പോകാമെന്ന് കേട്ടോ. പക്ഷേ ഞാൻ ഒരുങ്ങിയില്ല. എനിക്കറിയാം നമ്മൾ ഒരുങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ വിളിച്ചിട്ട് പറയാം ഇന്ന് പറ്റൂല എന്ന് പറയട്ടാ. അതുകൊണ്ട് ഇങ്ങനെ വന്നിട്ടാണ് ഒരുങ്ങിയത്. അപ്പോൾ എന്തായാലും നമ്മൾ പോവുകയാണ്. നമ്മൾ ഇറങ്ങാൻ നേരത്തെ അമ്മായിമ്മ ചൂലും കൊണ്ട് റോഡുകളെല്ലാം തൂത്തുവരാണ് കേട്ടോ. ഇവർ ചൂലെടുത്ത് കഴിഞ്ഞാൽ കോർപ്പറേഷൻ ഫുള്ള് തൂത്ത് കളയും കേട്ടോ. ഇവർ അത്രയ്ക്ക് ഭ്രാന്താണ് ചൂല്. പിന്നെ അതൊക്കെ നമ്മൾ യാത്രയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ എന്നെ അണിയിച്ചിരിക്കുകയാണ് കേട്ടോ. എപ്പോഴും വണ്ടി പോകുമ്പോൾ അച്ഛനെ ഹെൽമെറ്റൊക്കെ വെച്ച് എന്നെ അണിയിച്ചിരിക്കുകയാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. കൂടുതൽ സുന്ദരിയാവാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ കണ്ണാടയും കൂടെ എടുത്ത് എൻ്റെ മോന്തയിലോട്ട് വെച്ച് തന്നു കേട്ടോ. അങ്ങനെയെങ്കിലും 10 പേര് നിന്നെ നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. പിന്നെ കുമുകുമാന്ന് പുകകളെല്ലാം അടിച്ച് കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കൊച്ചിറക്കനെ പിടിച്ചെടുത്ത് നടുക്കിരുത്തിയിട്ട് ഞങ്ങൾ യാത്ര അങ്ങ് തുടങ്ങി കേട്ടോ. പക്ഷേ കണ്ണാടി വെച്ചിരുന്നപ്പോൾ ഭയങ്കര സുഖമാണ് കേട്ടോ യാത്ര ചെയ്യാനായിട്ട്. മുമ്പൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് കണ്ണുപോലും എനിക്ക് തുറക്കാൻ പറ്റില്ല. പിന്നെ കോച്ചാതം വന്ന പോലെ ആയിരിക്കും കേട്ടോ എൻ്റെ കണ്ണുകൾ. പക്ഷെ ഇപ്പോൾ നല്ല സുഖം. ഗേറ്റ് അടയ്ക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് അപ്പുറത്തിറങ്ങാമെന്ന് കരുതി ചെന്നതാണ് കേട്ടോ. അപ്പോൾ അടച്ചിട്ടിരിക്കുന്നത് കേട്ടോ. തുറന്നിരിക്കുന്ന പോലും ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളെന്തായാലും കടവൂർ പള്ളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ പള്ളി. ചെന്ന് കയറിയപ്പോൾ തന്നെ എനിക്ക് നേർച്ച കിട്ടി കേട്ടോ. ബ്രെഡാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ ആ ബ്രെഡുകളെല്ലാം അവിടെ കടിച്ച് പറിച്ച് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അച്ചായനൊരു ബണ്ണുമായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അച്ചായൻ്റെയും കൂടെ തട്ടിപ്പറിച്ച് തിന്ന് കളഞ്ഞു കേട്ടോ. പ്രാർത്ഥനകളും മെഴുകുതിരിയെല്ലാം കത്തിച്ചിട്ട് പിന്നെ ഞങ്ങളവിടെ ഇച്ചിരി നേരം ചുറ്റിക്കറങ്ങി കേട്ടോ. അപ്പോഴത്തേക്ക് എനിക്ക് അണയ്ക്കുന്നു. അങ്ങനെ അച്ചായൻ എനിക്ക് പെട്ടെന്നൊരു തണുത്ത വെള്ളമൊക്കെ അവിടെ നിന്നൊക്കെ എടുത്ത് വായിലോട്ട് ഒഴിച്ച് തരുന്ന രംഗങ്ങളാണ് കേട്ടോ ഞങ്ങൾ കാണുന്നത്. 2-3 പ്രാവശ്യമൊക്കെ എനിക്ക് വായിൽ വെള്ളമൊക്കെ ഒഴിച്ച് തന്നപ്പോഴാണ് എനിക്ക് ഇച്ചിരി ജീവനൊക്കെ വന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തുയ്യം പള്ളിയിലോട്ട് പോകും. അവിടെയും പോയി മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ട് നമ്മൾ നേരെ ബീച്ചിലോട്ട് വന്നു കേട്ടോ. ഇത് നമ്മൾ സ്ഥിരമായിട്ട് വന്നിരിക്കുന്ന ഒരു കടയാണ്. ഇവിടുന്നാണ് നമ്മൾ ചായയും പഴംപൊരിയും അതൊക്കെ മേടിച്ച് തിന്നുന്നത്. അപ്പോൾ അച്ചായ എനിക്ക് വാഴയ്ക്കപ്പം മുളക് ബജിയും കോളിഫ്ലവർ ബജിയൊക്കെ മേടിച്ച് തന്നിട്ട് അതൊക്കെ ഞാൻ ഇരുന്ന് തിന്നാണ്. ഇച്ചറൊക്കെ എനിക്ക് തിന്നാൻ സമ്മതിക്കാത്തത് ഞാൻ പിന്നെ അച്ചായൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ മൊത്തം വാരി തിന്ന് കളഞ്ഞേട്ടാ. അപ്പോൾ ഈ തിന്ന ക്ഷീണമൊക്കെ മായാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചൂട് ചായയൊക്കെ കുടിച്ചു കേട്ടോ. അതൊക്കെ കഴിച്ചിറങ്ങിയപ്പോഴത്തേക്ക് വേറെ വല്ലതും കൊണ്ടുവന്ന് നോക്കിയപ്പോൾ അവിടെ ഒന്നും ഇല്ലായിരുന്നു. സാധാരണ ബീച്ചിലൊക്കെ എപ്പോഴും ആളുകളാണ് കേട്ടോ ഉള്ളത്. ഞാൻ വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. ഒരു മനുഷ്യർ പോലും ഇല്ലായിരുന്നു. പിന്നെ കുറേ പട്ടികളും 2-3 മനുഷ്യരും ഇല്ലാതെ ആരും ഇല്ലായിരുന്നു. കുറച്ച് ബർഗറും വേണമെന്ന് ചോദിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ അച്ചായ എനിക്ക് അതും വാങ്ങി തന്നു. അപ്പോൾ അതൊക്കെ തിന്നിട്ട് നമ്മൾ നേരെ ഇനി വി പാർക്കിലോട്ടാണ് കേട്ടോ പോകുന്നത്. അവിടെയെങ്കിലും 10 പേരുണ്ടെന്ന് കരുതി പോയതാണ്. അപ്പോഴത്തേക്ക് കുറേ പട്ടികൾ എന്നെ കണ്ടുകൊണ്ട് കുരച്ചുകൊണ്ട് വന്നിട്ടാ. ഞാൻ വിചാരിച്ചു എന്നെ കടിച്ചെറിക്കാനായിരുന്നു. പിന്നെ ഞാൻ കുറേ 10 പള്ളികളൊക്കെ പറഞ്ഞപ്പോൾ പട്ടികളൊക്കെ ഓടിപ്പോയിട്ടാ. ഈ പാർക്കിലോട്ട് വന്നിട്ടാ. അവിടെ ഇന്ന് കാലൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് അച്ഛൻ എനിക്കൊരു ചായയും പോപ്കോണും ഒക്കെ വാങ്ങിച്ചു തന്നു കേട്ടോ. അപ്പോൾ പള്ളിയിലൊക്കെ പോയപ്പോഴത്തേക്ക് 2 പേര് കണ്ടിട്ട് മിണ്ടി എന്നെ വീഡിയോ ഒക്കെ ചെയ്യുന്ന ചേച്ചിയല്ലേ എന്നൊക്കെ ചോദിച്ച്. അതുപോലെ തന്നെ വി പാർക്കിൽ വന്നപ്പോഴും എൻ്റെ അടുത്ത് ഒന്ന് മിണ്ടി കേട്ടോ. ഇതൊക്കെ ഭയങ്കര സന്തോഷങ്ങളാണ് കേട്ടോ. നിങ്ങളൊക്കെ നമ്മുടെ അടുത്ത് ഒന്ന് മിണ്ടുമ്പോഴത്തേക്ക്. അപ്പോൾ ആ സന്തോഷം കൊണ്ട് ഞാൻ നേരെ വീട്ടിൽ പോയി ഇനി വല്ല ചോറങ്ങനെ എടുത്ത് തിന്ന് കളയണം. ബൈ.